ലീനാസ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. യേശു തൻ്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ച സ്ഥലം ഏത്? ഉത്തരം ഗലീലയിലെ കാനാവിൽ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2. യേശു ചെയ്ത ആദ്യത്തെ അടയാളം എന്തായിരുന്നു? ഉത്തരം വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3-ാമത്തെ ചോദ്യം. എത്ര കൽപ്പാത്രങ്ങളിലെ വെള്ളമാണ് വീഞ്ഞായി മാറിയത്? ഉത്തരം 6 കൽപ്പാത്രങ്ങളിലെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. ചോദ്യം 4. വീഞ്ഞായ വെള്ളം ആദ്യം രുചിച്ചു നോക്കിയത് ആര്? ഉത്തരം വിരുന്നുവാഴി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 5. വെള്ളം വീഞ്ഞാക്കിയ അടയാളം കണ്ട ശേഷം ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഉത്തരം യേശുവിൽ വിശ്വസിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 6. പെസഹ പെരുന്നാളിന് യേശു എവിടേക്കാണ് പോയത്? ഉത്തരം യെരുശലേം ദൈവാലയത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13ഉം 14ഉം വാക്യങ്ങൾ. ചോദ്യം 7. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം പ്രാവുകളെ വിൽക്കുന്നവരോട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യം. 8-ാമത്തെ ചോദ്യം. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് യേശു ഏത് മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19ഉം 21ഉം വാക്യങ്ങൾ. ചോദ്യം 9. കാനാവിലെ കല്യാണത്തിന് ശേഷം യേശുവിനോടുകൂടെ കഫർന്നഹൂമിലേക്ക് പോയത് ആരെല്ലാം? ഉത്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 10. യെരുശലേം ദേവാലയം എത്ര സംവത്സരം കൊണ്ടാണ് പണിതത്? ഉത്തരം 46 സംവത്സരം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യം. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.